അഭിഭാഷകൻ അദ്ദേഹവുമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ അപ്പീൽ കൊടുക്കാനായിട്ട് ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാകും. അതിനുള്ള സാഹചര്യങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അത് വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. വരാത്ത മുട്ട നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ഇദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹമാണ് അഡ്വക്കേറ്റ് ആളൂർ. ഇദ്ദേഹം ഗ്രീഷ്മയെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പേ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആളൂർ അഡ്വക്കേറ്റ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ഒരുമാതിരി പ്രമാദമായ കേസുകളിലെല്ലാം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ പ്രതി ആയാൾ, അല്ലെങ്കിൽ കുറ്റകൃത്യം നടത്തിയാൾ, അല്ലെങ്കിൽ ജനസമൂഹം ആരെയാണോ എതിർക്കുന്ന ആ ആൾ, അങ്ങനത്തെ ആൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പിയർ ആകുകയും അവരെ ബാധിച്ച് പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾ, അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾ, അല്ലെങ്കിൽ പല ആളുകളെ ദ്രോഹിച്ച ആൾ, ആ ആളെ പുറത്തെടുക്കാനായിട്ട് അതികഠിനമായിട്ട് പ്രയത്നിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ ആളൂർ വക്കീൽ എന്ന് പറയുന്ന വക്കീൽ. ഈ വക്കീൽ ഗ്രീഷ്മയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് വധക്കേസ് കൊടുക്കേണ്ട കാര്യമില്ല, പുള്ളിക്കാരിയെ ഞാനാണ് വാദിച്ചിരുന്നെങ്കിൽ പുറത്തിറക്കാൻ സാധിച്ചേനെ എന്ന തരത്തിൽ വരെ സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയുകയാണ്. നമുക്ക് ഈ മാസം, അതായത് ഈ വരുന്ന മാസം നമ്മുടെ ഫസ്റ്റ് റവന്യൂ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഞാൻ ഈ കാണുന്ന വ്യൂവേഴ്സിന് ഒരു ചെറിയ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മൾ പോകെ പറയാം. അപ്പോൾ അത് അറിയാനായിട്ടൂടെ നിങ്ങൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ പറ്റുന്ന ആളുകളെല്ലാം നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആളൂർ സർ പറയുന്നത് കേൾക്കാം. 2. സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. ഇത് ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് മറ്റേ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്, അതൊക്കെയാണ് കാര്യങ്ങൾ. അതായത് പ്രതിയുടെ മുൻകാല ചരിത്രം, പ്രതി ഇതിന് മുമ്പ് കുറ്റം ചെയ്തിട്ടുണ്ടോ, പ്രതിയുടെ പ്രായം, പ്രതിയുടെ സാഹചര്യം, ഇതൊക്കെയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഈസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇനി അതിന് ഞാൻ പറയാം, കൽക്കട്ടയിലെ ഇന്നലെ തന്നെ ഒരു വിധി വന്നു. ആ വിധി വന്നത് ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കുട്ടിയെ, അതും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടിയെ കൊല വിളിച്ച കേസിലാണ് വെറും ജീവപര്യന്തം ഡെത്ത് കൊടുത്തത്. നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരാളെ, അതായത് ഗ്രീഷ്മയെ പോലെ ഒരാളെ ശിക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ജീവപര്യന്തം വധശിക്ഷ കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ ഈ വക്കീൽ പറയുന്നത്. ഈ വക്കീൽ പറയുന്നതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഞാൻ ഈ ഇൻ്റർവ്യൂ പൂർണ്ണമായും കണ്ടപ്പോൾ, 45 മിനിറ്റുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പുള്ളി 100% പ്രൊഫഷണലാണ്. ഈ പുള്ളിക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന സാധനമില്ല. ഈ പുള്ളിയുടെ ജോബാണ് ഇദ്ദേഹത്തിൻ്റെ എത്തിക്സ്. അതായത് ഒരു ആൾ എന്നെ സമീപിക്കുന്നു, ആ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അയാൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ മേടിച്ചു കൊടുക്കുക. ഇതാണ് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ദയ, ദാക്ഷിണ്യം, പുള്ളിയുടെ മനസാക്ഷി, അങ്ങനത്തെ ഒരു സാധനങ്ങളും പുള്ളിക്കില്ല. പുള്ളിക്ക് പ്രൊഫഷണൽ എത്തിക്സ് മാത്രമേ ഉള്ളൂ. എന്നെ സമീപിക്കുന്നൊരു പ്രതിക്ക് അയാൾ എന്നെ സമീപിക്കുന്നു, എനിക്ക് ഫീസ് തരുന്നു, ഞാൻ അയാൾക്ക് വേണ്ടി വാദിക്കുന്നു, അയാൾ എന്ത് അപരാധം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അയാളെ പുറത്തിറക്കാനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ശിക്ഷ കുറച്ച് കൊടുക്കാനായിട്ടുള്ള കാര്യം ചെയ്യണം. ഇതാണ് പുള്ളിയുടെ ഒരു എത്തിക്സ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ബാക്കി കേൾക്കാം. ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ അതിനെടുക്കാൻ എക്സ്റ്റൻഡ് പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. കാരണം അതിൽ പല സാഹചര്യം. അപ്പോഴും സാർ വാദിച്ച പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ്. ജിഷാന്റെ കേസ് അതൊരു നൈസ് സാധനം കേട്ടോ. ഈ പുള്ളി, അതായത് കേരള സമൂഹം ഒന്നടങ്കം എതിർക്കുന്ന, കേരള സമൂഹം മൊത്തം ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടണമെന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രതി തന്നെ കുറ്റക്കാരനാണെന്ന് ഉറപ്പുവരുന്ന സാഹചര്യത്തിൽ അത്രയും ക്രൂവലായിട്ടൊരു മനുഷ്യന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പുള്ളി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജിഷ വധക്കേസൊക്കെയാണ് നേരിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പുള്ളി വാദിച്ച മിക്ക കേസുകളും പരാജയത്തിൽ ചെന്ന് എത്താറാണ് പതിവ്. പക്ഷേ ഈ പുള്ളി ജയിച്ചിട്ടുള്ള കേസുകളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല, സംസാരിക്കപ്പെടുന്നില്ല. എന്നാലും ഇത്ര പ്രമാദമായ കേസുകൾ, അതായത് ഒരു തരത്തിലും ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള പ്രതികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം മെയിനായിട്ട് ഹാജരാകുന്നത്. ഇതിനകത്ത് പുള്ളിയുടെ പ്രൊഫഷണൽ എത്തിക്സ് ഇതാണ്. അവൻ എന്നെ സമീപിച്ചു, അവന് വേണ്ടിയിട്ട് ഞാൻ ഹാജരാകും. അത് തോക്കുകയോ ജയിക്കുമോ എന്നൊന്നും
പുള്ളിയുടെ സീനല്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളി ഉള്ളത്. അത് നമ്മുടെ ഈ ഗോവിന്ദച്ചാമിയുടെ കേസൊക്കെ ഈ പുള്ളിയാണ് ബാധിച്ചത്. ഈ പുള്ളീനകത്ത് പറയുന്നുണ്ട് ഗോവിന്ദച്ചാമി ഇറങ്ങാൻ പോവാ, നിങ്ങൾ അറിഞ്ഞോ, ബാക്കി കേൾക്കാം. ആണെങ്കിലും ജിഷ കേസാണെങ്കിലും അതാണെങ്കിലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നമ്മുടെ വാദം അവിടെ പരിഗണിക്കും. ഒരുപക്ഷെ കീഴ്ക്കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അപ്പലേറ്റ് കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അവസാന കോടതി പരിഗണിക്കും. കാരണം അതിനാണ് ഒരു ട്രയൽ ജഡ്ജിന് മുന്നിൽ ഒരു ട്രയൽ അഡ്വക്കേറ്റ് നല്ല രീതിയിൽ കേസ് നടത്തുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈൻ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡൈൻ ഡിക്ലറേഷനിൽ ഈ ഗ്രീഷ്മ ഇന്നയാളെയാണ്, അല്ലെങ്കിൽ ആ ഡൈൻ ഡിക്ലറേഷൻ ഗ്രീഷ്മയാണ് തന്നെ കൊന്നത്, തന്നെ തട്ടിക്കൊണ്ടുപോയത്, തനിക്ക് വിഷം തന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പലതര സാഹചര്യ തെളിവുകളും പലതരത്തിലുള്ള കാര്യങ്ങളും ഗ്രീഷ്മയ്ക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. ഈ കളഞ്ഞ ബോട്ടിൽ എവിടെയാണ് കളഞ്ഞതെന്ന് പോലീസിന് അറിയത്തില്ലല്ലോ. എവിടെയാണ് കളഞ്ഞതെന്നുള്ളത് ഈ അമ്മാവൻ തന്നെയാണ് പോയി കണ്ടെടുത്തത്. അപ്പോൾ അവർക്ക് അതിനകത്ത് തീർച്ചയായിട്ടും പങ്കുണ്ട്. അത് ഇല്ലെന്നങ്ങനെ 100% തെളിയിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം നമുക്കിതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ് അക്കോർഡിംഗ് ടു മീ. ആൻഡ് സെക്കൻഡ് തിങ്, നോ എവിഡൻസ് അവൈലബിൾ. ഒരു പ്രതി ഞാൻ പറയുകയാണ് ഞാൻ ഇന്നയാളൊക്കെ കൊന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നാണ് പറയുക. ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പ്രൂവ് ചെയ്യണം. ഒരു മജിസ്ട്രേറ്റിനോട് മുന്നിൽ പറയുന്ന ജുഡീഷ്യൽ കൺഫെഷനും തേർഡ് പാർട്ടിയോട് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും അത് വളരെ വളരെ വെരി 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 വീക്ക് പീസ് ഓഫ് എവിഡൻസ്. ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സർക്കംസ്റ്റാൻസസിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സാഹചര്യങ്ങളെല്ലാം ഗ്രീഷ്മയ്ക്കെതിരായിരുന്നല്ലോ. അതാ ഞാൻ പറയുന്നത്. ആ മറ്റുള്ള സാഹചര്യങ്ങളെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺഫെഷൻ ഓഫ് ഡിസീസ്, ദാറ്റ് ഇസ് ഡൈൻ ഡിക്ലറേഷൻ, ആൻഡ് കൺഫെഷൻ ടു എക്സ്ട്രാ ജുഡീഷ്യൽ ടു സം അതർ പേഴ്സൺ ഗ്രീഷ്മ, ഈ രണ്ട് എവിഡൻസിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള സർക്കംസ്റ്റാൻസസിനെ വെച്ചുകൊണ്ട് ഈ സർക്കംസ്റ്റാൻസിനെ കൂട്ടിയെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗ്രീഷ്മയുടെ ഫോണിലുള്ള കോളുകളും കോൾ റെക്കോർഡിങ്ങും അതിൻ്റെ തെളിവുകളെല്ലാം വന്നിട്ടുണ്ട്. ഗ്രീഷ്മ ഷാരോണുമായിട്ട് നടത്തിയ ചാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കലർത്തിയിട്ടൊന്നുമില്ല എന്നൊക്കെയുള്ള വോയിസ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ പാരസെറ്റമോളിൽ കലക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. ആ കലർത്തി കൊടുത്ത ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് 42 തവണയോളം ഒരു ആൻറ്റിബയോട്ടിക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പോയിസൺ ആകാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കൂടി സെർച്ച് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇരുന്നിങ്ങനെ ആൻറ്റിബയോട്ടിക് എങ്ങനെ പോയിസൺ ആകും, എത്ര ഗുളിക ഏതളവിൽ കൊടുത്തു കഴിഞ്ഞാൽ മരിക്കും എന്നൊന്നും ഒരാൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കത്തില്ല. അതൊക്കെ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആളൂർ വക്കീലായാലും അല്ലെങ്കിൽ കമാൽ പാഷ സാർ ആയാലും ഇവരെല്ലാം പറയുന്നത് ഒരു ജഡ്ജ് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് 100% തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ഈ കേസിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞ് തെളിവുകളെടുത്ത് സാക്ഷികളെ വിസ്തരിച്ച് അതിനകത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും എടുത്തതിന് ശേഷം അവർ ചെയ്യുന്ന വിധി 100% തെറ്റാണെന്നുള്ള രീതി ബാധിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് പറയുന്നത് തെറ്റൊന്നുമില്ല. ഈ പുള്ളി തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഞാൻ വാദിക്കുന്നത് പ്രശ്നക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഈ പുള്ളിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഈ പുള്ളി സമ്മതിക്കുന്നുണ്ട്. മനസാക്ഷി എന്ന് പറയുന്ന സാധനമോ ദയ എന്ന് പറയുന്ന സാധനമോ ഒന്നും ഇദ്ദേഹം പരിഗണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പം ഈ പുള്ളിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഈ പ്രതിയാക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയ ആൾ, ആ ആൾക്ക് നിയമത്തിൻ്റെ സാധ്യതകളിൽ കിട്ടേണ്ട ചില പരിഗണനകളുണ്ട്. ആ പരിഗണനകൾ കിട്ടാനാണ് ഇദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടേതായ ഒരു മനസാക്ഷിയുണ്ട്, മൈൻഡ് സെറ്റുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എനിക്ക് ഫീസ് തരുന്നതിന് വേണ്ടി ഞാൻ വാദിക്കും. അത് കാശുള്ളവനാണ് ഊരി വരാൻ പറ്റും, കാശില്ലാത്തവനാണ് നിങ്ങളുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കട്ടെ എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്ന സാധനം പ്രൊഫഷണൽ വൈസ് കറക്റ്റ് ആണെങ്കിൽ പോലും മാനുഷിക ചിന്ത വെച്ച് നമ്മുടെ എത്തിക്സ് വെച്ചത് തെറ്റാണ് എന്നുള്ള കാര്യം സാർ എന്തെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഒരു വ്യക്തിയോട് നിങ്ങളോട് അടക്കം പോയിട്ട് നിങ്ങൾ കൊലപാതകം ചെയ്തു വന്നോളൂ, ഞാൻ നിങ്ങൾ 100% രക്ഷിക്കാമെന്ന് അഡ്വക്കേറ്റ് ബി ആൾ പറയില്ല. നിങ്ങൾ കൊലപാതകം ചെയ്താൽ, ഒരു പ്രതി കൊലപാതകം ചെയ്താൽ, ഒരു പ്രതിബലാത്സംഗം ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി സാറേ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് വരുമ്പോഴാണ്, ദൈവത്തെ പോലെ ഡിഫൻസ് ലോയറെ കാണുമ്പോഴാണ് ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് വരുന്നത്. അവിടെ നിങ്ങളുടെ നീതിയോ അനീതിയോ, എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ, ഇരയുടെ മനസാക്ഷിയോ ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അപ്പോഴും ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി ഇത് പക്ക
പ്രൊഫഷണൽ 100% പ്രൊഫഷണലായിട്ട് മാത്രമാണ് എല്ലാ വിഷയത്തിനെയും സമീപിക്കുന്നത്. അത് ഇദ്ദേഹത്തിനോട് ഏത് വിഷയം ചോദിച്ചാലും ഇപ്പം നമ്മൾ മനസാക്ഷിപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പുള്ളി കോർണർ ചെയ്യാണ്. പ്രത്യേകിച്ചും അഡ്വക്കേറ്റാണ്, പേരെടുത്ത അഡ്വക്കേറ്റാണ്, കേരളം മൊത്തം തല്ലിക്കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രസൻ്റ് ആകുന്ന വക്കീലാണ്. അപ്പോൾ പുള്ളിയുടെ നാക്കിൻ്റെ സാമർഥ്യം അത്രയും മെച്ചമാണെന്ന് നമുക്കറിയാവുന്ന കാര്യം കൂടാണ്. അപ്പം ബാക്കി കേൾക്കാം കേട്ടോ. ഈ കുട്ടി അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറ്റവാളികൾ വളരാനുള്ള സാഹചര്യം കൂടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു കൊല ചെയ്തിട്ട് ഞാൻ കുറച്ച് പൈസ തന്ന സാറേ എനിക്ക് നീതി വേണം, എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ സാർ ഉറപ്പായിട്ടും അത് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഈ കുറ്റം ചെയ്താൽ അവർ വക്കീലിനെ ഒന്നും വെക്കാതെ എനിക്ക് തൂക്കുകയർ തരൂ, എനിക്ക് 5 കിലോ തൂക്കുകയർ തരൂ എന്ന് പറയണമെന്നാണോ? അല്ല, ഒരിക്കലും അല്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അല്ല എന്ന് പറയുന്നു? കുറ്റവാളി ദേഷ്യം വരുന്നുണ്ട്. മിക്കവാറും ഈ കൊച്ചിനെ അങ്ങേര് പിടിച്ച് അകത്തിടും. പുള്ളിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് ആണോ നിങ്ങൾ പറയുന്നത്? പുള്ളി അളന്ന് മുറിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ പറ്റുന്നവരെല്ലാം കാണണം കേട്ടോ. മഴവിൽ കേരളത്തിലെ ഇൻ്റർവ്യൂ നടക്കുന്നത്. കുറ്റം ഇപ്പൊ ഒരു കൊല ചെയ്തിട്ട് കള്ള കേസാണെങ്കിൽ പോലും അയാൾ ജയിലിൽ പോകണം, കള്ള കേസാണെങ്കിൽ പോലും അയാൾ കുറ്റം ഏറ്റെടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഇന്ത്യയിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അയാൾ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിക്കാനുള്ള അവകാശവുമുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണ് കുറ്റവാളിയാണെങ്കിൽ നേരെ പിടിച്ച് ജയിലിട്ട് തൂക്കിക്കൊല്ലാൻ പറ്റും. അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ വേണ്ട. ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ഇവിടെ നമുക്ക് പറയാനുള്ള അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. ആ അധികാരങ്ങൾ പൂർണ്ണമായി പറഞ്ഞ് പണ്ട് ഏതോ ഒരു സിനിമയിൽ പറയുന്നു, ആ മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാനെ ബോധ്യപ്പെടണം. ഓക്കെ, ഇതൊക്കെ പുള്ളിയുടെ നാക്ക് സാമർത്ഥ്യം കാണിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് പ്രകാരം ഒരു ആൾ ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ, അല്ലെ അയാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഒരാളെ വധിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഒരാളെ ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവരെല്ലാം ബേസിക്കലി ഇത് റൂട്ട് ചെയ്യുന്നത് ഗ്രീഷ്മ ചെയ്തത് തെറ്റല്ല. ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഷാരോണും അവിടെ അതേ തെറ്റ് ചെയ്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാരോണിന് നേരെ കയറി ചെന്ന് ആ കുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ചതല്ല, രണ്ടുപേരുടെയും കൺസേണോട് ചെയ്തതാണ്. അത് പ്രണയബന്ധത്തിലിരുന്നപ്പോൾ അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് അവരുടെ എത്തിക്സാണ്. പക്ഷേ ആ ഒരു ബന്ധത്തെ അവർ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലേ, കാരണം ഇദ്ദേഹത്തിന് അങ്ങനൊരു നമ്മുടെ അതായത് കോമൺ മാനുള്ള ഒരു എമ്പതിയോ എത്തിക്സോ ഇല്ല. പുള്ളിയുടെ എത്തിക്സ് പ്രൊഫഷണൽ എത്തിക്സ് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. എനിക്കൊരുത്തം പൈസ തന്നു കഴിഞ്ഞാൽ അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അവനെ ഞാൻ എങ്ങനെ ഇറക്കും, ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ഈ കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. ഞാൻ തുടക്ക സമയത്തൊക്കെ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഈ പ്രമാദമായ നാട്ടുകാരെല്ലാം ഓപ്പോസിറ്റ് പറയുന്ന കേസിൽ ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഇതിന് മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പുള്ളിയുടെ പ്രൊഫഷൻ അതാണ്. എനിക്കൊരുത്തം പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് വേണ്ടി പണി എടുത്തിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ബാക്കിയോടെ കേൾക്കാം. ഇതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് ഞാൻ എൻ്റെ കക്ഷിയോട് പറഞ്ഞു, ഗോവിന്ദസ്വാമിയോട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന്. ഇത് ഗോവിന്ദച്ചാമിയുടെ കാര്യമാണ് പറയുന്നത്. ഗോവിന്ദച്ചാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദച്ചാമി ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത് അദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് വന്നത്. വാദിച്ച് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ എന്നുള്ളത് സുപ്രീം കോടതി വരെ പോയിട്ട് ജീവപര്യന്തമായി 14 വർഷം ഇപ്പം ഞാൻ ശിക്ഷ അനുഭവിച്ചു, എന്നെ പുറത്തിറക്കണം എന്ന് പറഞ്ഞ അയാൾ വന്നിട്ടുണ്ട്. അകത്തോട്ട് പോയപ്പോൾ മെലിഞ്ഞ് തൊലിഞ്ഞിരുന്ന ഒരുത്തൻ തിരിച്ച് പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും തടിച്ച് കൊടുത്ത് നല്ല സിനിമാ താരത്തെ പോലെയാണ് വന്നിരിക്കുന്നത്. അവൻ ഇനി സമൂഹത്തിലേക്ക് ഇത്തരം ഒരു ക്രൈം ചെയ്ത്, അവൻ ഒരു സ്ത്രീ അവനെ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട്, അതായത് അവൻ്റെ ബ്ലഡ് സാമ്പിൾസ് പരിശോധിക്കാനായിട്ട് തൊട്ടപ്പോൾ പോലും അവന് വികാരം വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുത്തനെയാണ് വീണ്ടും സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ നോക്കുന്നത്. ഇങ്ങനെയുള്ളവൻ ഇറങ്ങുമ്പോഴത്തേനും ആദ്യം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും നോക്കുന്നത്. നോക്കിക്കോ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരു പറഞ്ഞു സാർ സുപ്രീം കോടതിയിൽ പോകണം. ഞാൻ പറഞ്ഞു വലിയ അഭിഭാഷകർ അവിടെയുണ്ട്, അവർ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കക്ഷി തയ്യാറായില്ല. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഞാൻ അപ്പീൽ ഫയൽ ചെയ്യുകയും അവസാനം സുപ്രീം കോടതി വധശിക്ഷ നൽകിയ കേസിൽ കൊലപാതകമോ നരഹത്യയോ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു തെളിവും പ്രതിക്കെതിരെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അങ്ങനെ അടിച്ചു പരിക്കേൽപ്പിച്ചപ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് എടുത്ത് ചാടിയെന്നും അപ്പോൾ അപകടം പറ്റിയെന്നും അതിനുശേഷം ബലാത്സംഗം ചെയ്തു എന്നുള്ള ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറായില്ല. അങ്ങനെ പ്രതിയെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു, എങ്ങനെ പ്രതി പോകുന്നത് കണ്ടു, സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരായിരുന്നു.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എന്നെ വിശ്വസിച്ച ഒരു പ്രതിയാണ്. ആ പ്രതി കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. 14 വർഷം ശിക്ഷ പൂർത്തിയായി, അതുകൊണ്ട് എന്നെ ജയിലിൽ നിന്നും ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നിയമപരമായിട്ടുള്ള പ്രതിയുടെ അവകാശമാണ്. 14 വർഷം ജീവപര്യന്തത്തിൽ പൂർത്തിയായാൽ റിവിഷൻ എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. അതനുസരിച്ച് മറ്റുള്ള മർഡർ കേസിലെ പ്രതികളെ പുറത്തിറക്കാമെങ്കിൽ ഈ കേസിലെ പ്രതിയെ എന്തുകൊണ്ട് പുറത്തിറക്കിക്കൂടാ? നാട്ടുകാർ മൊത്തം ഒരു തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ശരിയാകും എന്ന തരത്തിലുള്ളൊരു വാദമാണ് ഈ പറയുന്നത്. ഈ ഗോവിന്ദച്ചാമിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഇവർ അതിനകത്ത് കിടന്ന് അവർക്കൊരു മാനസാന്തരം സംഭവിച്ച് ഞാൻ ഇനി നല്ല മനുഷ്യനായിട്ട് ജീവിക്കും എന്നൊരു തരത്തിലാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല. ഈ ഗോവിന്ദച്ചാമിയുടെ നിലവിലെ കേസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പുറത്തിറങ്ങിയിട്ടും ഇതേ ക്രിമിനൽ ചിന്താഗതിയോടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേനും വീണ്ടും ഇതേ മൈൻഡ് സെറ്റോടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഇത്തരത്തിലുള്ള ആളുകളെ പുറത്ത് വിടുമ്പോഴത്തേനും അവരെ ഒരു മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കണം. ഇവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കണമെന്നൊരു ബോധം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു 1, 2, 3 വർഷത്തിൽ ഇവൻ്റെ മാറ്റം വെച്ചിട്ടല്ലേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവൻ വന്നപ്പോൾ മുതൽ എന്ന് മുതൽ ഇത്രയും മാനസാന്തരം ഉണ്ടായെന്ന് കേൾക്കണം. കാരണം 14 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ഒരുത്തൻ 14 വർഷത്തിന് 3 വർഷം മുമ്പ് തൊട്ടേ ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ ഇനി നന്നായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് നന്നായിട്ട് ജീവിച്ച് ട്രിക്കിയായിട്ട് പുറത്തിറങ്ങി. കാരണം ഇതിനപ്പുറം ക്രിമിനൽസുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. മരണം വരെ ജീവപര്യന്തം എന്നുള്ള ഒരു ശിക്ഷ ഈ പ്രതിക്ക് കൊടുത്തിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അടുത്തു തന്നെ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങും. അത് അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ പറയുന്നത് നരഹത്യയോ അതുപോലെ തന്നെ കൊലപാതകമോ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ഗ്രീഷ്മ കേസിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും കൊള്ളാം, ബാക്കി കേൾക്കാം. സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാർ ആരുടെ കൂടെ നിൽക്കും? മകളുടെ കൂടെയാണോ അതോ പ്രതിയുടെ കൂടെയാണോ? നോക്കൂ, ഈ ഒരു ചോദ്യം പല മാധ്യമപ്രവർത്തകരിൽ നിന്നും എന്നോട് ചോദിക്കുന്നതാണ്. എന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ, എന്റെ കുടുംബം ഇത് സംഭവിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ആളോട് ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും. എന്റെ കുടുംബക്കാർക്ക് എന്റെ കുടുംബത്തിൽ നടന്ന സംഭവത്തിൽ അഡ്വക്കേറ്റ് ആളോട് ഒരിക്കലും നീതി നടപ്പാക്കണ്ട. ഈ പുള്ളിക്ക് അങ്ങനെ കുടുംബം അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫീലിങ്സ് അങ്ങനത്തെ യാതൊരു സെൻറ്റിമെൻസും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ് ദൈവം. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കുടുംബം വേണ്ട, ജീവിതം വേണ്ട, ഒന്നും വേണ്ട, എനിക്കെൻ്റെ ജോബാണ് എൻ്റെ ദൈവം, എൻ്റെ ജോബാണ് എനിക്ക് വലുതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത്തരം ഒരു ഗണത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് സ്വന്തം മകൾക്ക് ഇത്തരം ഒരു അനീതി സംഭവിച്ചാൽ പോലും എൻ്റെ കുടുംബം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതി എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകൾക്കെതിരെ നിൽക്കുമെന്ന് വരും, സ്വന്തം കുടുംബത്തിനെതിരെ നിൽക്കുമെന്ന് പോലും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് ഇത് നടപ്പാക്കണമെന്ന് എന്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല, പ്രതിയുടെ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് എടുക്കില്ല. അപ്പോഴും സാർ അച്ഛൻ എന്നൊരു വ്യക്തിയാണ്. അച്ഛൻ എന്ന വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒരു അഭിഭാഷകനാണ്. ഞാനൊരു അഭിഭാഷകനല്ലാതെ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ മകളുടെ കൂടെ നിൽക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഭാവിയിൽ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നവർക്കും ഈ പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എന്തോ നെറുകേട് കാണിച്ചാലും ഇദ്ദേഹം ഇറക്കിക്കൊണ്ടുവരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കേസിന് വിധി പറയാനായിട്ട് കമാൽ പാഷയെ പോലൊരു അഡ്വക്കേറ്റിനെ, ജഡ്ജിയും കൂടെ നിയമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് വന്നാലും നിങ്ങളെ വെറുതെ വിടും. നിരപാധികമായിട്ട് വിശാല മനസ്കനായ ആശ നിങ്ങളോട് ക്ഷമിച്ചു വിടും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസിൽ ഇദ്ദേഹം വാദിക്കുകയും ജഡ്ജായിട്ട് നമ്മുടെ കമാൽ പാഷ സാർ ഇരിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഗ്രീഷ്മയെ വെറുതെ വിടുകയും ഗ്രീഷ്മയെ ഒരു പ്രതിമയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് നമ്മൾ ഡെയിലി അമ്പലത്തിൽ കാണുന്ന ദൈവമായിട്ട് നമ്മൾ പൂജിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വന്നേനെ. ഏതായാലും കൊള്ളാം. ഇതിനെ നമ്മൾ തെറ്റു പറഞ്ഞില്ല കേട്ടോ. അവരുടെ പ്രൊഫഷണൽ ബേസ് അവർ പക്കയാണ്. പക്ഷേ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ പരാജയമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ്. ബൈ.